തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ പോലും അട്ടിമറിക്കാൻ പറ്റില്ല. വിവിധ തലത്തിൽ വിവിധ ഘട്ടങ്ങളിലാണ് വിവിധ ആളുകൾ ഇടപെട്ടാണിത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ക്രോഡീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന ഒരു ബാലറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ മിഷൻ എവിടെ ഏത് ബൂത്തിൽ ഏത് മണ്ഡലത്തിൽ വരുന്നത് പോലും ഇലക്ഷൻ തൊട്ട് മുന്നേ പോലും അറിയാൻ കഴിയില്ല. ആ രീതിയിലുള്ളൊരു സെറ്റപ്പാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ളത്. അത് ഞാനത് പോളിംഗ് ദിവസത്തിൻ്റെ കാര്യം. ആദ്യം വോട്ടർ ലിസ്റ്റ് തയ്യാറാക്കി ഡ്രാഫ്റ്റ് എൻ്റെ കോപ്പി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ദേശീയ രാഷ്ട്രീയ രജിസ്റ്റേർഡ് എല്ലാ പാർട്ടികൾക്കും അതിൻ്റെ ഫ്രീ കോപ്പിയാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് അത് നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വെബ്സൈറ്റിൽ ആർക്ക് വേണമെങ്കിലും അതിനകത്ത് കയറിയിട്ട് ഏത് വാർഡ് വേണം, ഏത് ബൂത്ത് വേണം, ഏത് സ്റ്റേറ്റ് വേണം നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിൽ മുഴുവൻ നമുക്ക് പരിശോധിക്കാൻ കഴിയും. അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്ക് ഫാം 4, 5, 6 തുടങ്ങിയ ഡിലീഷൻ, ഇൻക്ലൂഷൻ, തിരുത്തൽ അങ്ങനെ നിരവധി സംവിധാനങ്ങളുണ്ട്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബൂത്തിലും BLA പൊളിറ്റിക്കൽ പാർട്ടിയുടെ BLA BLOമാരുണ്ടാവും, ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്നും മറ്റു സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നൊക്കെ പെൻഷൻ പറ്റിയ ആളുകളെ മാസം 300 രൂപ കൊടുത്തിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റിനെ സംബന്ധിച്ച് ഒരു പുതിയ ആളെ എൻറോൾ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് നിലവിൽ വോട്ടർ ലിസ്റ്റ് പേരില്ലാത്ത പുതിയൊരാൾ ഡിലീഷനോ ഇൻക്ലൂഷനോ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ അതിന് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റും എടുത്തുകൊണ്ട് BLO നമ്മളടുത്ത് വരും. ആ ആളിൻ്റെ അടുത്ത് വരുന്നിട്ട് ഐഡൻറ്റിറ്റി കൺഫേം ആക്കും. അയാൾ ഡൗൺലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ് പരിശോധിക്കും.